കാറുണ്ട്, അതിലൊക്കെ കൊണ്ടുപോകും. ഓൻ ഫർണിച്ചർ പരിപാടിയാണ്. അപ്പോൾ ഫർണിച്ചറിലുള്ള ആൾക്കാർ നമ്മളെ ഈ ഷിബുവിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. ഷിബുവിന് ഫോൺ നമ്പറൊന്നും അടിച്ച് വിടുന്നില്ല. അപ്പം ഞാനാദ്യം ഫർണിച്ചർ പണി ചെയ്തു. അപ്പോൾ ആ ഷിബു അല്ല തോന്നുന്നുണ്ട്. പിന്നെ ഈ അമീർ ഷാ അഹമ്മദ് ഉണ്ടല്ലോ, ഓരോ അതേപോലെ തന്നെ ടെക് ആൻഡ് മെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അത് എല്ലാ പെട്രോള്, ഡീസൽ എഞ്ചിനുകൾ, അതേപോലെ തന്നെ പവർ ടൂളുകൾ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആളാണ്. ഓരോന്നും ഇത് എഴുതി വിടുന്നില്ല. സ്ഥലപ്പേരും ഫോൺ നമ്പറും എഴുതി വിടുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. എനിക്ക് എന്തായാലും ഇതുകൊണ്ടൊരു ഉപയോഗമല്ല, ഭയങ്കര ഉപയോഗപ്പെടുത്തി. ഇതേപോലെ നമ്മൾ കണ്ടില്ലേ ലൈവിൽ വരുന്ന സമയത്ത് ഓരോരുത്തർ ഞാൻ ഇതാണ് ജോലി ചെയ്യുന്നത്, ലൈവിൽ വരുന്ന ആളുകൾ ഇന്ന ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക, എൻ്റെ ജോലി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വിടുന്നതാണ്. അതിൽ നിന്ന് കോണ്ടാക്ട് എടുത്തിട്ട് ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ബിസിനസ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടെ ഇപ്പം എന്താ, നാട്ടിൽ കൂടെ ഇപ്പം ഇറങ്ങി എന്തെങ്കിലും പണി ഇങ്ങനെ ചോദിച്ചു നടക്കുമ്പം പള്ളിക്കൽ മുക്രി വരെ ബംഗാളിയാണ്. തമാശ പറയല്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ ഇവിടെ ഒരു വലിയ ടൗണിലെ പള്ളിയിൽ ജുമയ്ക്ക് ഒഴികെ ബംഗാളി ഓതുമ്പോൾ ഓത്ത് അറബിയിലായതുകൊണ്ട് ബംഗാളി ഓതിയാലും ആരും ഓതിയാലും ഒരേപോലെയല്ലേ, അറിയില്ല. അങ്ങനെ ഞാൻ ടൗണിൽ ചീര കച്ചവടത്തിന് ഇറങ്ങി. നോൽമ്പം കാലത്ത് ഒരു പണിയില്ലായിട്ട് ചീര കച്ചവടത്തിന് ഇറങ്ങി. ഉസ്താദെ ചീര വേണോ ചോദിച്ചു. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കാണ്ട് അത് പോയി. പിന്നെ കുറച്ച് ഇങ്ങനെ പോയപ്പോൾ ഉസ്താദെ ചീര വേണം. അപ്പോൾ ഞാൻ ഈ പള്ളിക്ക് നിന്ന് കണ്ടതിലാണ് ഞാൻ ഉസ്താദെ വിളിക്കുന്നത്. അപ്പം ഉസ്താദ് ഇങ്ങനെ നോക്കിയപ്പോൾ ചീര വേണോ ചോദിക്കുക എന്നോട് നല്ല ഭാവത്തിൽ ഇങ്ങനെ പോയി. പിന്നെ തൊട്ടടുത്തുനിന്ന് ആൾ പറഞ്ഞ് അതാ പള്ളിക്കലിൻ്റെ പിന്നെ പിന്നെ ഖത്തീബാണ്, എനിക്കറിയില്ലേ, ഞാൻ കണ്ടിക്കണേ. പക്ഷെ ചീര വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ നോക്കി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. അത് ബംഗാളിയാണ്. ഇവിടെ ഈ റൂമും ചിലവൊക്കെ പള്ളിൻ്റെ വകയല്ലേ, പിന്നെ എന്തിനാ അയാൾക്ക് ചീര? അത് ശരിയാ, പിന്നെ പ്രശ്നമില്ല. പിന്നെ ഒരാളെ പലവട്ടം കണ്ടു, ഞാൻ ചീര വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഒരു പ്രാവശ്യത്തെ തെറ്റ് പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ പോയി. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ വരി എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഇന്നത് പറയണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. 25 മിനിറ്റ് ആയിപ്പോൾ ഞാൻ ഇരുത്തം തുടങ്ങിയിട്ട്. അപ്പോൾ 2 ലൈക്ക് കിട്ടി, 3 ആളെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ, 3 ആളെ വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് സംഭവം. ലൈക്ക് തരാൻ പോലും ഒരു ഇതില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാം. നമ്മളെ നാട്ടിലിപ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാം നിറം നോക്കും, സൗന്ദര്യം നോക്കും, ജാതി നോക്കും, മതം നോക്കും, വർണ്ണം, ദേശം, ഭാഷ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളെ സഹായിക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ സഹായിക്കാത്തതുകൊണ്ടോ കമൻ്റ് അറിയാത്തതുകൊണ്ടോ പറഞ്ഞല്ല, പൊതുവേ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മളെ സ്റ്റാൻഡിലിരിക്കുക, രാവിലെ എണീക്കുക, ജോലിക്ക് പോവുക, പിന്നെന്താ അത് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തുക. ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചാൽ ഉള്ളേന്ന് എടുത്ത് കൊടുക്കുക. അവിടെ നമ്മളൊന്നും നോക്കാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. അപ്പോൾ ഇതിന് മുന്നേ അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ കാരണം തന്നെ എന്താ അറിയാം, അവിടെ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള വേദന കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ അപ്പോൾ അങ്ങനത്തെ കാര്യത്തേക്കൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല. ഞാൻ ആദ്യമൊക്കെ നോക്കിയതോ, ആദ്യമൊക്കെ അങ്ങനത്തെ വല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പം നോക്കലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് നമ്മൾ ഒരു ടെൻഷൻ പിടിച്ച ആളായി മാറും. ഒരു ടെൻഷൻ കയറും, നാടങ്ങനെയാണോ, അങ്ങനെയൊക്കെ ആയിപ്പോയോ, അങ്ങനെ. ഇനിയിപ്പോ ഈ ഇതിൽ കയറിയാണ്ട് ആ മോണിറ്റൈസ് ആണോ നോക്കാം. ഇതല്ല മോണിറ്റൈസ് ചെയ്യണം, മോണിറ്റൈസ് ചെയ്യാതെ ഞാൻ കയറിക്കണം. അതിൽ കയറിയണ്ടോ നോക്കാം. അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസ് ആണോ നോക്കിട്ടോ ലൈവ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോക്ക്. ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് കാണാൻ. എൻ്റെ പേരൻ്റെ ഉൾഭാഗമായിട്ടത് വെള്ളം അടിച്ചിട്ടുള്ളൂ. വെള്ളം അടിച്ചതിൻ്റെ വെള്ള കളർ പോലും കാണുന്നില്ല. അങ്ങനെയൊക്കെയാണ് വീടിൻ്റെ പോലെ. പണികളൊന്നും പൂർത്തിയായില്ല. പെയിൻറ്റിൻ്റെ കമ്മിയുണ്ട്, പെയിൻ്റ് അടിച്ച്